ഡിസംബർ 5 വിശുദ്ധ സാബാസ്. പൗരസ്ത്യ സന്യാസ ജീവിതത്തിന് ഉറച്ച അടിസ്ഥാനമിട്ട ആശ്രമ ശ്രേഷ്ഠനാണ് വിശുദ്ധ സാബാസ്. പാലസ്തീൻ പ്രദേശത്തുള്ള എല്ലാ സന്യാസികളുടെയും ഉന്നതാധികാരിയായി ജെറുസലേം പാത്രിയാർക്കീസിനാൽ നിയമിക്കപ്പെട്ടയാളാണ് അദ്ദേഹം. ഏകസ്വഭാവവാദം എന്ന പാഷാണ്ഡതയ്ക്കെതിരെ 10,000-ഓളം സന്യാസികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് സ്തുതിഗീതങ്ങൾ ആലപിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ജെറുസലേമിലേക്ക് അദ്ദേഹം നടത്തിയ പ്രദക്ഷിണം ബൈസന്റൈൻ ചക്രവർത്തിയുടെ പോലും ശ്രദ്ധ പിടിച്ചുപറ്റുകയുണ്ടായി. ക്രിസ്തുവർഷം 439 ആധുനിക തുർക്കിയയിലെ കപ്പദൂച്ചിയയിലുള്ള മോട്ടാലാലയിൽ സൈനിക മേധാവിയായിരുന്ന ജോണിൻ്റെയും സോഫിയായുടെയും മകനായി സാബാസ് ജനിച്ചു. 5 വയസ്സുള്ള സാബാസിനെ ബന്ധുക്കളുടെ സംരക്ഷണയിൽ ഏൽപ്പിച്ചിട്ട് സൈനിക ജോലികൾക്കായി മാതാപിതാക്കൾ ഈജിപ്തിലെ അലക്സാൻഡ്രിയയിലേക്ക് പോയി. എന്നാൽ സാബാസിനെ സംരക്ഷിക്കുന്നതിന് ലഭിക്കുന്ന പ്രതിഫലത്തെ സംബന്ധിച്ച് ബന്ധുക്കൾക്കിടയിൽ തർക്കമുണ്ടാവുകയും അത് സാബാസിനെ വിഷമത്തിലാക്കുകയും ചെയ്തു. തുടർന്ന് 8 വയസ്സുള്ളപ്പോൾ അവൻ അടുത്തുള്ള അന്ത്യോക്യയിലെ വിശുദ്ധ ഫ്ലാവിയൻ്റെ ആശ്രമത്തിൽ അഭയം തേടി. ഉയർന്ന ബുദ്ധിശക്തിയും കഴിവുകളുമുണ്ടായിരുന്ന സാബാസ് വളരെ പെട്ടെന്ന് എഴുതാനും വായിക്കാനും പഠിക്കുകയും വിശുദ്ധ ലിഖിതങ്ങളിൽ അറിവ് നേടുകയും ചെയ്തു. വളരെ വേഗത്തിൽ സന്യാസ ജീവിതം പരിശീലിച്ച അവൻ പ്രായത്തിൽ കവിഞ്ഞ പക്വതയും ജ്ഞാനവും അറിവും ഉള്ളവനായി. സാബാസിൻ്റെ കർശനമായ ആശയടക്കവുമായി ബന്ധപ്പെട്ട് പറയുന്ന ഒരു സംഭവമുണ്ട്. ഒരിക്കൽ ഒരു നല്ല ആപ്പിൾ കണ്ടപ്പോൾ തിന്നണമെന്ന ആഗ്രഹത്തോടെ അത് പറിച്ചെടുത്തു. എന്നാൽ അത് സന്യാസിക്ക് ചേർന്നതല്ലെന്ന് തോന്നിയ സാബാസ് ആപ്പിൾ നിലത്തിട്ട് ചവിട്ടി നശിപ്പിക്കുകയും ഇനി ഒരിക്കലും ആപ്പിൾ തിന്നുകയില്ലെന്ന് പ്രതിജ്ഞയെടുക്കുകയും ചെയ്തു. യുവത്വത്തിലേക്ക് പ്രവേശിച്ച സാബാസിനോട് വീട്ടിലേക്ക് മടങ്ങാനും വിവാഹം കഴിക്കാനും മാതാപിതാക്കൾ നിർബന്ധിച്ചെങ്കിലും അദ്ദേഹം ആശ്രമത്തിൽ തുടർന്നു. 17-ാമത്തെ വയസ്സിൽ സന്യാസവ്രതം സ്വീകരിച്ച സാബാസ് 18-ാമത്തെ വയസ്സിൽ ജന്മദേശം ഉപേക്ഷിച്ച് ജെറുസലേമിലേക്ക് യാത്രയായി. അവിടെ വിശുദ്ധ സ്ഥലങ്ങൾ സന്ദർശിച്ച് പ്രാർത്ഥിച്ച അദ്ദേഹം വിശുദ്ധ എവുത്തേമിയൂസിൻ്റെ ശിഷ്യനായി സന്യാസ ജീവിതം നയിച്ചു. ആശ്രമത്തിലും തെക്കോവ മരുഭൂമിയിലും ഉപവാസത്തിലും ഏകാന്തതയിലും ജീവിച്ചുകൊണ്ട് ആത്മീയ ജീവിതത്തിൽ അദ്ദേഹം ശക്തി പ്രാപിച്ചു. സാബാസിൻ്റെ അസാധാരണമായ ആത്മീയ ജീവിതം തിരിച്ചറിഞ്ഞ എവുത്തേമിയൂസ് അദ്ദേഹത്തെ കർശനമായ താപസ ജീവിതം നയിക്കുന്ന തിയോക്ടിസ്റ്റസ് എന്ന മഠാധിപതിയുടെ ആശ്രമത്തിലേക്ക് അയച്ചു. സാബാസിൻ്റെ അവിടെയുള്ള ജീവിതവും വിജയകരമായിരുന്നു. 30-ാമത്തെ വയസ്സിൽ എവുത്തേമിയൂസിൻ്റെ നിർദ്ദേശപ്രകാരം ദൂരെയുള്ള ഒരു ഗുഹയിൽ ആഴ്ചയിൽ 5 ദിവസം സാബാസ് ഏകാന്തതയിൽ പ്രാർത്ഥിച്ചു. എല്ലാ ദിവസവും അദ്ദേഹം വള്ളികൾ കൊണ്ട് 10 കുട്ടകൾ ഉണ്ടാക്കും. ശനിയാഴ്ച ആശ്രമത്തിൽ തിരിച്ചെത്തുന്ന അദ്ദേഹം കുട്ടകൾ അവിടെ ഏൽപ്പിച്ചിട്ട് കുട്ടകൾ ഉണ്ടാക്കാനുള്ള വള്ളികളും ഭക്ഷണവുമായി തിരിച്ചു പോകും. എന്നാൽ പിന്നീട് തിരിച്ചു വരുന്ന പതിവ് നിർത്തിയ അദ്ദേഹം വർഷങ്ങളോളം അവിടെ ഏകാന്തതയിൽ പ്രാർത്ഥിച്ചു. പിന്നീട് എവുത്തേമിയൂസും അദ്ദേഹത്തോടൊപ്പം പ്രാർത്ഥിക്കാൻ അവിടെ എത്തി. 473 വിശുദ്ധ എവുത്തേമിയൂസ് മരിച്ചപ്പോൾ പൂർണ്ണമായ ഒരു ഏകാന്ത ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ സാബാസ് ആഗ്രഹിച്ചു. ഏകാന്ത പ്രാർത്ഥനയ്ക്കുള്ള സ്ഥലം അന്വേഷിച്ചുകൊണ്ട് യൂദയായിലെ മരുഭൂമിയിലൂടെ നടന്ന അദ്ദേഹം മലമുകളിൽ ഒരു അഗ്നിസ്തംഭം നിൽക്കുന്നത് കണ്ടു. ദൈവം കാണിച്ചു കൊടുത്ത ആ സ്ഥലത്ത് എത്തിയ അദ്ദേഹം അവിടെ ഒരു ദേവാലയത്തിൻ്റെ ആകൃതിയിൽ വലിയ ഒരു ഗുഹ കണ്ടു. കഠിനമായ തപശ്ചര്യകളോടെ പ്രാർത്ഥിച്ചുകൊണ്ടും ധ്യാനിച്ചുകൊണ്ടും അദ്ദേഹം അവിടെ ജീവിച്ചു. ഈന്തപ്പഴവും പച്ചിലുകളുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭക്ഷണം. നാളുകൾ കഴിഞ്ഞപ്പോൾ അനേകം സന്യാസികളും സാധാരണക്കാരും സാബാസിൻ്റെ ഉപദേശം തേടാൻ എത്താൻ തുടങ്ങി. ശിഷ്യത്വം സ്വീകരിച്ച് അദ്ദേഹത്തോടൊപ്പം താമസിക്കാനെത്തിയവരെ ആദ്യം അദ്ദേഹം പറഞ്ഞയച്ചെങ്കിലും ദൈവഹിതം മനസ്സിലാക്കി അദ്ദേഹം ശിഷ്യരെ സ്വീകരിച്ചു. താമസിയാതെ ശിഷ്യരുടെ എണ്ണം 150 അവർ ചെറിയ കുടിലുകൾ കെട്ടി ചുറ്റുപാടും താമസിച്ചു. ആഴ്ചയിലൊരിക്കൽ ഒരുമിച്ചുള്ള പ്രാർത്ഥനയ്ക്കും ഭക്ഷണത്തിനുമായി അവർ ഒരുമിച്ച് കൂടിയിരുന്നു. ഈ രീതിയിലുള്ള സന്യാസ ജീവിതത്തിന് ലവ്ര എന്നാണ് പറയുന്നത്. 478 കെദ്രോൺ താഴ്വരയിൽ സ്ഥാപിതമായ ഈ ആശ്രമം
എല്ലാവർക്കും മാതൃകയായ മഹത്തായ ഒരു ലവ്ര എന്ന നിലയിൽ പ്രസിദ്ധമായി. വിശുദ്ധനും അത്ഭുത പ്രവർത്തകനും കൃപാവരങ്ങൾ കൊണ്ട് നിറഞ്ഞവനുമായ ഒരു സന്യാസി എന്ന നിലയിൽ സാബാസ് പ്രസിദ്ധനായി. തുടർന്ന് ജെറുസലേമിലെ പാത്രിയർക്കീസായ സല്ലസ്തിയസ് സാബാസിനെ പുരോഹിതനായി അഭിഷേകം ചെയ്തു. പാലസ്റ്റീനിലെങ്ങുമുള്ള സന്യാസികളുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള വ്യക്തിയായി ഫാദർ സാബാസ് മാറി. ജെറുസലേമിലെ പാത്രിയർക്കീസ് 498 പാലസ്റ്റീൻ പ്രദേശത്തുള്ള എല്ലാ സന്യാസികളുടെയും ഉന്നതാധികാരിയായ ആർക്കി മാൻഡ്രേറ്റ് എന്ന പദവിയിലേക്ക് ഫാദർ സാബാസിനെ ഉയർത്തി. 492-94 വർഷങ്ങളിൽ ആശ്രമത്തിലെ യുവസന്യാസികൾ സാബാസിൻ്റെ കർശന നിയമങ്ങൾക്കെതിരെ പാത്രിയാർക്കീസിന് പരാതി നൽകുകയും മറ്റൊരാളെ ആശ്രമാധിപൻ ആക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഇത് മനസ്സിലാക്കിയ സാബാസ് ആശ്രമം ഉപേക്ഷിച്ച് ജോർദാന് മറുകരയുള്ള വിജനപ്രദേശത്തേക്ക് പോയി പ്രാർത്ഥിച്ചു. അവിടെ ഒരു സിംഹം അദ്ദേഹത്തിന് തൻ്റെ ഗുഹ താമസത്തിനായി നൽകിയെന്നും അദ്ദേഹത്തെ സംരക്ഷിച്ചുവെന്നും പറയപ്പെടുന്നുണ്ട്. അച്ചടക്കം നഷ്ടപ്പെട്ട് ആശ്രമജീവിതം താറുമാറായതിനെ തുടർന്ന് പാത്രിയാർക്കീസിൻ്റെ നിർദ്ദേശപ്രകാരം സാബാസ് തിരിച്ചെത്തുകയും എല്ലാം പഴയതുപോലെയാക്കുകയും ചെയ്തു. പരാതി പറഞ്ഞവർ പിന്നീട് അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്തുക്കളും സഹായികളുമായി മാറി. ഏക സ്വഭാവവാദം എന്ന പാഷാണ്ഡതയെ ബൈസന്റിയൻ ചക്രവർത്തിയായ അനസ്തീസിയസ് ഒന്നാമനും നിരവധി മെത്രാന്മാരും പിന്തുണച്ചപ്പോൾ പാലസ്റ്റീനിൽ അതിനെതിരെ ധീരമായി പോരാടിയത് ഫാദർ സാബാസ് ആണ്. തെറ്റായ വിശ്വാസം അടിച്ചേൽപ്പിക്കുന്ന മെത്രാന്മാർക്കെതിരെ 10,000-ഓളം സന്യാസിമാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഫാദർ സാബാസ് ജെറുസലേമിലേക്ക് ഒരു പ്രാർത്ഥനാ യാത്ര നടത്തി. സാബാസിൻ്റെ വിശുദ്ധി മനസ്സിലാക്കിയ ചക്രവർത്തി അദ്ദേഹത്തെ കോൺസ്റ്റാന്റിനോപ്പിളിലേക്ക് വിളിപ്പിക്കുകയും സന്യാസിമാർക്ക് എല്ലാ സംരക്ഷണവും സഹായവും വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. പാലസ്റ്റീനിലുള്ള സന്യാസികൾക്കും ജനങ്ങൾക്കും വേണ്ടി അപേക്ഷ സമർപ്പിക്കാൻ ജസ്റ്റീനിയൻ ചക്രവർത്തിയുടെ കാലത്തും ഫാദർ സാബാസ് കോൺസ്റ്റാന്റിനോപ്പിളിലേക്ക് യാത്ര ചെയ്യുകയുണ്ടായി. ഫാദർ സാബാസ് 93 വയസ്സുവരെ ജീവിച്ചു. വാർദ്ധക്യത്തിലും സന്യാസ നിയമങ്ങളെല്ലാം അദ്ദേഹം കർശനമായി പാലിച്ചു. ലഘുവായ ഭക്ഷണവും രാത്രി മുഴുവനുള്ള പ്രാർത്ഥനയും അദ്ദേഹം തുടർന്നു. പാലസ്റ്റീൻ പ്രദേശത്തുള്ള എല്ലാ സന്യാസികളെയും സഹായിച്ചുകൊണ്ടും ശക്തിപ്പെടുത്തിക്കൊണ്ടും അദ്ദേഹം ജീവിച്ചു. വിദൂരദേശത്തുനിന്ന് പോലും അദ്ദേഹത്തിൻ്റെ ഉപദേശം സ്വീകരിക്കാൻ ആളുകൾ എത്തിയിരുന്നു. 532 ഡിസംബർ 5 ഫാദർ സാബാസ് സ്വർഗത്തിലേക്ക് യാത്രയായി. മരണശേഷവും അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥതയിലൂടെ നിരവധി അത്ഭുതങ്ങൾ സംഭവിച്ചു.